ഇന്നൊരു ടൊമാറ്റോ റൈസ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് വെല്ലുള്ളി വേണം, കുറച്ച് ക്യാരറ്റ്, അതുപോലെ തക്കാളി, ഉരുളക്കിഴങ്ങ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ്, പിന്നെ കുറച്ച് പച്ചമുളക് അതോടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കുക്കറിലോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിലോട്ട് ഈ പട്ട, ഗ്രാമ്പു ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് പിന്നെ നമ്മൾ ഉള്ളിയും ഒരു പച്ചമുളക് കീറിയതും അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഇത് നന്നായിട്ട് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടില്ലേ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം വഴണ്ട് കിട്ടും കേട്ടോ. അപ്പം നന്നായിട്ട് ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റുക. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തക്കാളിയും കൂടെ ഇട്ടിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മറ്റേ പച്ചക്കറികൾ കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റുക. എന്നിട്ട് അതിലോട്ട് നമ്മുടെ മാഗി ക്യൂബ് ഉണ്ട്, ആ മാഗി ക്യൂബ് ഒന്നിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇറച്ചി മസാല, അത് നമ്മളെ അളവിനനുസരിച്ചിട്ട് എത്രയെന്ന് വെച്ചാൽ ഇടുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി അതിന് നമ്മളിവിടെ എടുക്കുന്നത് 2.5 കപ്പ് വെള്ളമാണ്. 2.5 അല്ല 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. കുറച്ചൊരളവ് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. അത് തിളക്കണ നേരം കൊണ്ട് സാലഡ് ഉണ്ടാക്കി തൈരും അതിലോട്ട് കുറച്ച് സുർക്കിയൊക്കെ വെച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ ഈ മിക്സും കൂടെ ചേർത്തിട്ട് ഒരു സാലഡ് ഉണ്ടാക്കി വെച്ചു. അത് സൈഡായിട്ട് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ, നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ആ നേരം കൊണ്ട് നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ അരിയൊക്കെ കുതിർത്ത് വെച്ച അരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കർ വെച്ചിട്ട് ഒറ്റ വിസിലിട്ടോ. ഒറ്റ വിസിലാണ് അടിച്ചത്. ഒറ്റ വിസിലും കൊണ്ട് തന്നെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് പിന്നെ തുറന്നു കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യും അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് ഇല്ലേ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഓക്കെ, അപ്പോൾ ഈ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് വേണമെങ്കിൽ സോയാബീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ ചിക്കനൊക്കെ വേണമെങ്കിൽ ചിക്കനൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ അതൊന്നും കൂടി ഇല്ലാണ്ടാട്ടെ ചെയ്തത്. അപ്പോൾ എങ്ങനെയുണ്ട്?